ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ മുൻ ലോകകപ്പ് ഹീറോ ഗൗതം ഗംഭീറിന്റെ കസേര ഇന്ന് കടുത്ത സമ്മർദ്ദത്തിലാണ്. 2027 ICC ഏകദിന ലോകകപ്പ് വരെ ദേശീയ ടീമുമായി കരാർ ഉണ്ടെങ്കിലും അതിനു മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ശക്തമായ അഭ്യൂഹങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് ഇന്നും ഉയരുന്നത്. ടീമിന്റെ പ്രകടനത്തിലെ ദൗർബല്യങ്ങളും ഏറ്റവും പ്രധാനമായി ടീമിനുള്ളിലെ സീനിയർ താരങ്ങളുമായുള്ള മോശം ബന്ധവുമാണ് ഗംഭീറിന്റെ പരിശീലക കസേരയ്ക്ക് ഭീഷണിയാകുന്നത്. ഗൗതം ഗംഭീറിന്റെ കണിശമായ ശൈലിയും താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ കടുംപിടുത്തവും കാരണം അവസരം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്ത ഒരു കൂട്ടം താരങ്ങൾ അദ്ദേഹത്തിന്റെ പതനം കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്ന വസ്തുത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ പരാജയത്തെ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാന വിഷയങ്ങൾ ടീമിന്റെ കെട്ടുറപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. പരിശീലകനായി ചുമതലയേറ്റ ശേഷം ഇന്ത്യൻ ടീമിന് ടെസ്റ്റ് ഫോർമാറ്റിൽ നിലവാരത്തിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിലും പ്രധാന പരമ്പരകളിലും ടീം ദയനീയമായി പരാജയപ്പെട്ടത് ഗംഭീറിന്റെ തന്ത്രങ്ങളെയും ടീം സെലക്ഷനിലെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും ചോദ്യം ചെയ്യുന്നു. പരിശീലകന് ടീമിൽ ഒരു പുതിയ ദിശാബോധം നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ടീമിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇതിനാലാണ് BCCI ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിർണായക താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുമായുള്ള ഗംഭീറിന്റെ ബന്ധത്തിലെ വിള്ളലുകളാണ് ഏറ്റവും വലിയ പ്രശ്നം.